പാലക്കാട് നാട്ടുകല്ലിൽ നിപ്പ ബാധിച്ച് ചികിത്സയിലുള്ള യുവതിയുടെ നില ഗുരുതരമായി തന്നെ തുടരുകയാണ്. യുവതിയുടെ ബന്ധുവായ ഒരു കുട്ടിക്ക് കൂടി പനി ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നു. കുട്ടിയുടെ അമ്മയും സഹോദരനും ആശുപത്രിയിൽ നിരീക്ഷണത്തിലാണ്. സംസ്ഥാനത്താകെ 383 പേരാണ് സമ്പർക്ക പട്ടികയിലുള്ളത്. ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ പാലക്കാട് ഇന്ന് അവലോകന യോഗം ചേരും. ടി നന്ദഗോപാൽ വിവരങ്ങൾ നൽകും. നന്ദഗോപാൽ, യുവതിയുടെ നില ഗുരുതരമായി തന്നെ തുടരുന്നു എന്നുള്ളത് ആശങ്കയ്ക്കിടയാക്കുന്നുണ്ട്. അടുത്ത ബന്ധുക്കൾക്ക് കൂടി പനി സ്ഥിരീകരിച്ചിരിക്കുന്നു. പക്ഷേ ഇന്നലെ ആശ്വാസകരമായി 2-3 ആളുകൾക്ക് അത് നെഗറ്റീവ് ഫലം, പ്രാഥമിക പരിശോധനാ ഫലം നെഗറ്റീവായത് വലിയ ആശ്വാസമായിരുന്നു. ഇപ്പോൾ യുവതിയുടെ ആരോഗ്യം സംബന്ധിച്ചുള്ള ആശങ്കകളാണ് നിലനിൽക്കുന്നത്, അല്ലേ? തീർച്ചയായും. അതായത് ഇന്നലെ ഈ ജില്ലാ ഭരണകൂടം നൽകിയ വിവരമനുസരിച്ച് ഇന്നലെ ഒരു കുട്ടിയുടെ പ്രാഥമിക പരിശോധനാ ഫലമാണ് പുറത്തു വന്നത് എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. ആ കുട്ടിക്ക് പരിശോധനാ ഫലം നെഗറ്റീവാണ്. യുവതിയുടെ അടുത്ത ബന്ധുവാണ് ആ കുട്ടി. മഞ്ചേരിയിലാണ് ചികിത്സയിൽ തുടരുകയും ചെയ്യുന്നത്. ഏതായാലും ഈ കുട്ടിയുടെ പൂനെ വൈറോളജി ലാബിൽ നിന്നുള്ള സ്രവ സാമ്പിൾ പരിശോധനാ ഫലം കൂടെ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും കൂടുതൽ നടപടികളിലേക്ക് കടക്കുക. അതേസമയം പാലക്കാട് മെഡിക്കൽ കോളേജിൽ 2 കുട്ടികൾ കൂടെ ചികിത്സയിൽ തുടരുന്നുണ്ട്. അവരുടെ പരിശോധനാ ഫലം, പ്രാഥമിക പരിശോധനാ ഫലം കൂടെ ഇന്ന് ലഭിക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഈ കുട്ടികൾക്കും പനിയുണ്ട്, പക്ഷേ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഈ പ്രാഥമിക പരിശോധനാ ഫലം ലഭിച്ചതിന് ശേഷം പൂനെ വൈറോളജി ലാബിൽ നിന്നുള്ള പരിശോധനാ ഫലം കൂടെ അന്വേഷിക്കും. അതിനുശേഷമായിരിക്കും തുടർ നടപടികൾ ഉണ്ടാവുക എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ 3 കുട്ടികളുടെ പരിശോധനാ ഫലം വരാനിരിക്കെയാണ് ഇന്ന് ഒരു കുട്ടിക്ക് കൂടെ ഇങ്ങനെ പനി ബാധിച്ച് പാലക്കാട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയത്. അങ്ങനെ 4 കുട്ടികളാണ് ഇപ്പോൾ നിലവിൽ ചികിത്സയിലുള്ളത്. പക്ഷേ ഇവരുടെ ആരോഗ്യനില ഗുരുതരമല്ല എന്നുള്ളത് ആശ്വാസകരമായ കാര്യമാണ്. അതേസമയം ആളുകളും നിരീക്ഷണത്തിലുണ്ട്. പലരും വീടുകളിലൊക്കെയായാണ് നിരീക്ഷണത്തിൽ തുടരുന്നത്. 21 ദിവസമാണ് ഇവരോട് ക്വാറന്റൈൻ കാലാവധി പറഞ്ഞിരിക്കുന്നത്. ഈ 4 കുട്ടികളെ ഒഴിച്ചാൽ മറ്റുള്ളവർക്ക് രോഗലക്ഷണമില്ല എന്നുള്ളതും ആശ്വാസകരമായ ഒരു കാര്യമാണ് എന്നുള്ളത് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കുന്നുണ്ട്. ഏതായാലും ഇന്നിപ്പോൾ പാലക്കാടേക്ക് മന്ത്രി വീണ ജോർജ് എത്തിയിട്ടുണ്ട്. അവരുടെ നേതൃത്വത്തിൽ ഒരു അവലോകന യോഗം കൂടെ ചേരും. എങ്ങനെയാണ് തുടർ നടപടികൾ ഉണ്ടാവേണ്ടത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇന്ന് നടക്കുന്ന അവലോകന യോഗത്തിൽ തീരുമാനമുണ്ടാകും. ജില്ലയിൽ എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. കൂടുതൽ ഐസൊലേഷൻ സജ്ജീകരണങ്ങൾ ആവശ്യമാണെങ്കിൽ അതെല്ലാം തന്നെ അവിടെ ഒരുക്കി കഴിഞ്ഞിട്ടുണ്ട്. ICU സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ നേരത്തെ തന്നെ ജില്ലാ കളക്ടർ ഉൾപ്പെടെ വ്യക്തമാക്കിയതാണ്. അതിനിടെയാണ് ഇന്നിപ്പോൾ അവലോകന യോഗം കൂടെ ചേരുകയും ചെയ്യുന്നത്. അതേസമയം നിപ്പ ബാധിച്ച തച്ചനാട്ടുകര സ്വദേശിനി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഗുരുതരാവസ്ഥയിൽ തന്നെ ചികിത്സയിലാണ്. ഇവർക്ക് മരുന്നുകളൊക്കെ തന്നെ നൽകുന്നുണ്ട്. പക്ഷേ കൂടുതൽ വിവരങ്ങൾ ഇവരുടെ ആരോഗ്യനിലയുമായി ബന്ധപ്പെട്ട ഇപ്പോൾ പുറത്തു വിട്ടിട്ടില്ല എന്നുള്ളത് മനസ്സിലാക്കുന്നു. ആരോഗ്യ ഗുരുതരാവസ്ഥയിൽ ഇപ്പോഴും ചികിത്സയിൽ തുടരുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലായി ലഭിച്ച വിവരം. ഇന്നിപ്പോൾ അവലോകന യോഗത്തിന് ശേഷമായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ലഭ്യമാവുക. ശരി, ടി നന്ദഗോപാലാണ് വിവരങ്ങൾ നൽകിയത്.